പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഇന്ന് ഹോമിയോപ്പതി ദിനം. ഒരു കഥ കേൾക്കൂ. ഹനുമാൻ മരുന്ന്. ചിഞ്ചിലങ്കാട്ടിലെ കുട്ടിക്കുറുമ്പനായിരുന്നു കുഞ്ഞനാന. അവൻ കണ്ണിൽ കണ്ടതെല്ലാം വെട്ടിപ്പിഴുങ്ങും. അങ്ങനെയിരിക്കെ അവന് ഒരു ദിവസം വല്ലാത്ത വയറുവേദന തുടങ്ങി. കളിക്കാനും കുളിക്കാനും ആഹാരം കഴിക്കാനും പോലും കഴിയാതെ അവൻ വലഞ്ഞു. അമ്മയും കാട്ടിലെ മറ്റു മൃഗങ്ങളും പലതരം പച്ചമരുന്നുകളും പച്ചിലകളും കഷായങ്ങളും കൊടുത്തു നോക്കി. എങ്കിലും വേദനയ്ക്ക് കുറവുണ്ടായില്ല. അപ്പോഴാണ് ഹനുമാൻ കുരങ്ങ് ചാടി ചാടി എത്തിയത്. കുഞ്ഞന് വയറിന് കേടാണ്. ദഹനക്കുറവ് മാറാൻ നമുക്ക് ഹോമിയോ ചികിത്സ നോക്കിയാലോ? അവൻ ചോദിച്ചു. കുഞ്ഞാ വയറിനു വേദന മാറാൻ ഹോമിയോ മരുന്നൊന്നു തന്നീടാം. പഞ്ചാര പോലെ മധുരിക്കുന്ന പഞ്ചാര മരുന്നു കഴിക്കണ്ടേ. വേദനക്കിടയിലും കുഞ്ഞൻ ചിരിക്കുകയായിരുന്നു. അത് പഞ്ചാര ഗുളികയല്ലേ, എനിക്കെങ്ങും വേണ്ട. പച്ചവെള്ളവും പഞ്ചാര ഗുളികയും കഴിച്ച് പരീക്ഷണത്തിന് ഞാനില്ല, അവൻ കളിയാക്കി പറഞ്ഞു. ഹനുമാൻ ഒന്നും മിണ്ടാതെ ചിരിച്ചു. അടുത്ത ദിവസം അമ്മ പുതിയ രീതിയിൽ ചികിത്സ തുടങ്ങി. പച്ചില മരുന്ന് അരച്ച് ചെറിയ ഉരുളകളാക്കി അവന് കൊടുത്തു. ധാന്യങ്ങളും കിഴങ്ങുകളും ചെറുതായി നുറുക്കി വേവിച്ചു കൊടുത്തു. കൂടാതെ മുളയരി പായസവും കഴിപ്പിച്ചു. ആദ്യമൊക്കെ മടി കാട്ടിയെങ്കിലും കുഞ്ഞൻ സാവധാനം കഴിക്കാൻ തുടങ്ങി. അമ്മേ, ഇതിന് നല്ല രുചിയുണ്ടല്ലോ, അവൻ സന്തോഷത്തോടെ പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കുഞ്ഞൻ്റെ വിശപ്പ് തിരിച്ചു വന്നു. വയറുവേദനയും കുറഞ്ഞു. ഒടുവിൽ പഴയ പോലെ കളിക്കാനും ചിരിക്കാനും ഓടിച്ചാടാനും തുടങ്ങി. അവൻ്റെ ഉത്സാഹം കണ്ട് അമ്മ സ്നേഹത്തോടെ ചിരിച്ചു. കുഞ്ഞാ, നിന്റെ രോഗം മാറിയത് എങ്ങനെയാണെന്നറിയാമോ? പച്ചമരുന്നും ധാന്യങ്ങളും മുളയരിയും ചേർത്തുള്ള മരുന്നുകൾ കഴിച്ചിട്ട്, കുഞ്ഞൻ പറഞ്ഞു. ഹഹാ, പഞ്ചാര വെള്ളമെന്ന് കളിയാക്കിയ പഞ്ചാര ഗുളികകൾ നിനക്ക് രഹസ്യമായി തന്നതാണ്. ഹോമിയോ മരുന്ന് തന്നെയായിരുന്നു ആഹാരത്തോടൊപ്പം തന്നിരുന്നത്. കുഞ്ഞൻ അതിശയിച്ചു. എങ്കിൽ അത്ഭുതം തന്നെ. അപ്പോൾ ഹനുമാൻ കുരങ്ങ് അവിടെ എത്തി. ഏത് ചികിത്സയുമാകട്ടെ, ശരിയായി ഉപയോഗിച്ചാൽ അത് ഗുണം ചെയ്യും. ആരെയും കളിയാക്കരുത്. ചെറുതാണെന്ന് തോന്നുന്ന കാര്യങ്ങളും ഗുണം ചെയ്തുവെന്ന് വരാം, അമ്മ കൂട്ടിച്ചേർത്തു. അവൻ അത് കേട്ട് സന്തോഷത്തോടെ തല കുലുക്കിക്കൊണ്ട് കൂട്ടുകാർക്കൊപ്പം കളിക്കാനോടി.